നമസ്കാരം USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന മിറ്റ് റോംനി താൻ തോൽക്കാൻ കാരണമായതിനെപ്പറ്റി നടത്തിയ അഭിപ്രായ പ്രകടനത്തെ ലൂയിസിയാന ഗവർണർ ബോബി ജിൻഡാൽ വിമർശിച്ചു. താൻ 2012 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാരണം ഡെമോക്രാറ്റുകൾ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകിയത് മൂലമാണെന്ന് തെരഞ്ഞെടുപ്പിൽ തനിക്ക് സഹായം നൽകിയവരുമായി നടത്തിയ കോൺഫറൻസ് കോളിൽ പറയുകയുണ്ടായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ട റിപ്പബ്ലിക്കൻ പാർട്ടി കടുത്ത സ്വത്ത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വംശീയ ന്യൂനപക്ഷങ്ങളെയും സ്ത്രീകളെയും കൂടെ നിർത്താനാവാത്തത് മൂലമാണ് തിരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതെന്ന് പാർട്ടിയിൽ പല പ്രമുഖരും സമ്മതിക്കുന്നുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും എന്നതാണ് പാർട്ടിയെ കുഴയ്ക്കുന്നത്. ഈ ചർച്ചകൾക്കിടയിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥി മിറ്റ് റോംനി തന്റെ പരാജയ കാരണം വിലയിരുത്തി നടത്തിയ പരാമർശങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ വീണ്ടും പ്രതിരോധത്തിലാക്കി. വംശീയ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും യുവജനങ്ങൾക്കും പ്രസിഡന്റ് ഒബാമയുടെ ഫെഡറൽ സർക്കാർ ഒട്ടേറെ സൗജന്യങ്ങൾ നൽകിയതാണ് തന്റെ പരാജയത്തിന് കാരണമായി റോംനി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ലൂസിയാന ഗവർണറും ഇന്ത്യൻ വംശജനുമായ ബോബി ജിൻഡാൽ റോംനിയുടെ പരാമർശത്തെ മണ്ടത്തരം എന്ന് വിശേഷിപ്പിച്ച് തിരിച്ചടിച്ചു. ഇത്തരം പരാമർശങ്ങൾ പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുമെന്ന് ജിൻഡാൽ മുന്നറിയിപ്പ് നൽകി. റിപ്പബ്ലിക്കൻ ഗവർണർമാരുടെ കൂട്ടായ്മയെ അടുത്ത വർഷം നയിക്കുന്നത് ജിൻഡാൽ ആയിരിക്കുമെന്നതിനാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഏവരും ശ്രദ്ധയോടെയാണ് കാണുന്നത്. വംശീയ ന്യൂനപക്ഷങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമെതിരെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മിറ്റ് റോംനി നടത്തുന്ന പ്രസ്താവനകൾ റിപ്പബ്ലിക്കൻ പാർട്ടിയെ മൊത്തത്തിൽ ബാധിക്കുമെന്ന് ന്യൂമെക്സിക്കോ ഗവർണറും ഹിസ്പാനിക് വംശജയുമായ സൂസന്ന മാർട്ടിനസും തുറന്നടിച്ചു. ഏതായാലും സ്വത്ത് പ്രതിസന്ധിയെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ കുടിയേറ്റ നയങ്ങളിലും മറ്റും പിന്തുടരുന്ന കടുത്ത നിലപാടുകളിൽ അയവ് വരുത്തുവാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയെ നിർബന്ധിതമാക്കുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. കൈരളി USA വേണ്ടി ഡാലസിൽ നിന്നും മഞ്ജീത് കൈനിക്കര. അമേരിക്കൻ ഓഹരി വിപണി വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് ഒബാമ രണ്ടാമതും പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിനു ശേഷം ആദ്യ ദിവസങ്ങളിൽ തന്നെ ഓഹരി വിപണി വില കുത്തനെ ഇടിഞ്ഞിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഇത് 5ാം തവണയാണ് ഓഹരി സൂചികകൾ കുത്തനെ താഴ്ന്നത്. നവംബർ 15 പുറത്തുവന്ന പുതിയ സാമ്പത്തിക അവലോകനം തൊഴിൽ രഹിതരുടെ എണ്ണം കൂടിയതായി വിലയിരുത്തിയതോടെ നിക്ഷേപകർ കൂടുതൽ ആശങ്കയിലായി. ചില്ലറ വ്യാപാര മേഖലയിൽ കുറഞ്ഞ വരുമാനം പ്രവചിക്കപ്പെട്ടത് വാൾമാർട്ട്, റോസ് തുടങ്ങിയ വമ്പൻ ബ്രാൻഡുകൾക്ക് തിരിച്ചടിയായി. വാൾമാർട്ടിന്റെ ഓഹരി 3.6% താഴേക്ക് പതിച്ചു. നവംബർ മധ്യത്തിന് ശേഷം തുടങ്ങുന്ന ക്രിസ്മസ് പുതുവത്സര സീസണിൽ ഇത്തവണ കുറഞ്ഞ വിൽപ്പന പ്രവചിക്കപ്പെടുന്നത് വാൾമാർട്ട് പോലുള്ള വമ്പൻ ബ്രാൻഡുകൾക്ക് കൂടുതൽ തിരിച്ചടിയായേക്കും. അതേസമയം കോർപ്പറേറ്റുകൾക്കും സാധാരണക്കാർക്കും നൽകി വരുന്ന നികുതി ഇളവുകൾ തുടരണമോ എന്ന കാര്യത്തിൽ പ്രസിഡന്റ് ബറാക് ഒബാമയും റിപ്പബ്ലിക്കൻ ഭൂരിപക്ഷമുള്ള ജനപ്രതിനിധി സഭയും ആശാവഹമായ നീക്കങ്ങൾ നടത്തുന്നില്ല എന്നത് നിക്ഷേപകർ ആശങ്കയോടെയാണ് കാണുന്നത്. ഇതുമൂലമാണ് നവംബർ 6 തെരഞ്ഞെടുപ്പിന് ശേഷം ഓഹരി സൂചികകൾ 5% താഴേക്ക് പോയത്. നികുതി ഇളവുകളുടെ കാര്യത്തിൽ ഡിസംബർ പകുതിയോടെയെങ്കിലും തീരുമാനമെടുത്തില്ലെങ്കിൽ പുതുവത്സരത്തോടെ അമേരിക്കയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലേക്കുള്ള മത്സരത്തിൽ 6 ഇന്ത്യൻ വംശജർ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിൽ കാലിഫോർണിയ സാക്രമെന്റോയിൽ നിന്നും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായി മത്സരിച്ച അമി ബേറ മാത്രം വിജയിയായി. പരാജയപ്പെട്ട പ്രധാനികളിൽ ന്യൂജേഴ്സി സ്റ്റേറ്റ് അസംബ്ലിമാൻ ഉപേന്ദ്ര ചൌക്കുള റിപ്പബ്ലിക്കൻസിന് മേധാവിത്വമുള്ള മണ്ഡലത്തിലാണ് മത്സരിച്ചത്. കാലിഫോർണിയയിലെ സാക്രമെന്റോ കേന്ദ്രമായ 7ാം കോൺഗ്രസ് ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ഡോക്ടർ അമി ബേര തിരഞ്ഞെടുക്കപ്പെട്ടത്. വാശിയേറിയ പോരാട്ടം നടന്ന ഈ സീറ്റിൽ നിലവിലുള്ള പ്രതിനിധി റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ഡാൻ ലൻഗ്രനെ 184 വോട്ടുകൾക്കാണ് ഡോക്ടർ ബേര പരാജയപ്പെടുത്തിയത്. 1952 ദലീപ് സിംഗിനും 2004 ബോബി ജിൻഡാലിനും ശേഷം കോൺഗ്രസിലെത്തുന്ന ചരിത്രത്തിലെ 3ാമത്തെ ഇന്ത്യൻ അമേരിക്കൻ വംശജനാണ് ഡോക്ടർ ബേര. എന്നാൽ രാജ്യത്തിന്റെ ഇതര ഭാഗങ്ങളിലായി മറ്റ് 5 കോൺഗ്രസ് സീറ്റുകൾ കൂടി മത്സരിച്ച ഇന്ത്യൻ വംശജരെല്ലാം പരാജയപ്പെട്ടു. സാക്രമെന്റോയ്ക്കടുത്തു തന്നെ മത്സരിച്ച റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 25-കാരനായ റിക്കി ഗിൽ കനത്ത പോരാട്ടത്തിനൊടുവിലാണ് പരാജയപ്പെട്ടത്. ന്യൂജേഴ്സിയിൽ ഉപേന്ദ്ര ചൌക്കുള, കാലിഫോർണിയയിൽ ജാക്ക് ഉപ്പാൽ, മിഷിഗണിലെ സെയ്ദ് ടാജ്, പെൻസിൽവേനിയയിൽ നിന്നുള്ള മനാൻ ത്രിവേദി എന്നിവരാണ് പരാജയപ്പെട്ട ഇതര ഇന്ത്യക്കാർ. ദിവസവും ചെറിയ തോതിൽ ആസ്പിരിൻ ഗുളികകൾ കഴിക്കുന്നത് പ്രായമായവരിൽ ഉണ്ടാക്കുന്ന ഓർമ്മക്കുറവ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. സ്വീഡനിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഗോത്തൻബർഗ് കഴിഞ്ഞ 5 വർഷങ്ങളായി നടത്തിവന്ന ഗവേഷണത്തിൽ ആസ്പിരിൻ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നതിന്റെ വേഗതയെ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് തെളിയിച്ചു. ചെറിയ അളവിലുള്ള ആസ്പിരിന്റെ ഉപയോഗം ഹൃദയാഘാതവും പക്ഷപാതവും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നേരത്തെ തന്നെ തെളിയിച്ചിരുന്നു.
ഹൃദയാഘാതം മൂലം നശിച്ചുപോയ ഹൃദയകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി സ്റ്റെം സെൽസുകൾ ഉപയോഗിച്ച് നടത്തുന്ന പരീക്ഷണങ്ങളിൽ നിർണായകമായ പുരോഗതി കൈവരിച്ചതായി റിപ്പോർട്ട്. ബോൺ മാരോയിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ഈ സ്റ്റെം സെൽസുകൾ ഏത് രോഗികൾക്കും ആരിൽ നിന്നും സ്വീകരിക്കാൻ എന്നതാണ് പ്രത്യേകത. സാധാരണയായി സ്റ്റെം സെൽസുകൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിച്ചാൽ ശരീരം ഇവയെ തിരസ്കരിക്കുകയാണ് ചെയ്യുക. ജേണൽ ഓഫ് അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷനിൽ വെളിപ്പെടുത്തിയതാണ് ഈ വിവരം. ലോങ് ഐലൻഡിൽ താമസിക്കുന്ന ഇന്ത്യൻ അമേരിക്കക്കാർ രൂപീകരിച്ച ഇന്ത്യൻ അമേരിക്കൻ റിപ്പബ്ലിക്കൻ ക്ലബിന്റെ ഉദ്ഘാടനം ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ ജാക്ക് മാർട്ടിൻസ് ഉദ്ഘാടനം ചെയ്തു. ന്യൂഹൈഡ് പാർക്കിലുള്ള മാർക്കസ് ക്രൈസ്റ്റ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ലെജിസ്ലേച്ചർ റിക് നിക്കലല്ലോ, ഫ്രാൻ ബ്രക്കർ, ജഡ്ജ് പീറ്റർ സ്കീലോസ്, ജഡ്ജ് ഡേവിഡ് സുളവൻ തുടങ്ങിയവർ പങ്കെടുത്ത ആശംസകൾ അറിയിച്ചു. ചെയർമാൻ മാത്യു പി ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഫിലിപ്പ് തോമസ് സ്വാഗതവും കോർഡിനേറ്റർ ഷാജു സാം നന്ദിയും രേഖപ്പെടുത്തി. We are assembled here today to inaugurate the Indian American Republican Club, IARC. We all want to integrate more into the mainstream society in which we live. We want to grow more and give back to our community and to the United States of America. 50 years ago, the best and the brightest of India embarked on a journey to a land of opportunity with little to nothing in their pockets like any other immigrant. 50 years later, to say our community has flourished is an understatement. Both our children and we occupy respectable positions in society. This is a historical event because this is the first time in the history of New York State that the people of Indian origin are forming a Republican club. We can work together, discuss issues, all in the sense of pure Republican ideals. Hard work, opportunity, getting the government out of the way and allowing you to keep more of what you've earned. That's what we stand for. That's what you believe in. It's a perfect fit. Here, who are witnessing this club being formed, are witnessing a little bit of history. And there may be, we don't know, candidates from here in the future, but candidates from the Indian community most definitely. You may have a United States Senator in our community. When we work together in our communities and we talk about issues and we all get involved in those issues, working together we're going to achieve the things that are best for our communities, that are best for our families, that are best for our children, and that will result in us having a better future. Beautiful. It's so many things exciting. It's a blessing to have the Indian community so involved in our country, and in particular here in Nassau County. And it's always very interesting to me that immigrants of the past, the Italians, Irish, they came here mostly the first generation and they were laborers, and they helped build America. But yet the Indian community, they were immigrating to America as educated professionals and business owners. And it's kind of exciting that you come into America and you hit the ground running and you contribute so much to our communities. For today's felicitation, Reverend Dr. Pastor Wilson. I'm so glad that the Indian American community has finally decided to form a Republican club in Nassau County. സെയിന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ഓഫ് ഡാലസ് നവംബർ 18-ന് കാത്തലിക്കേറ്റ് സെന്റിനറി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ഇടവ പാരിഷ് ഹാളിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ വികാരി റവറന്റ് ഫാദർ രാജേഷ് കെ ജോൺ ആഘോഷ പരിപാടികൾ വിശദീകരിച്ചു. പരിപാടികളിലെ സംഘാടകരായ സക്കറിയ വർഗീസ്, എബ്രഹാം പടനിലം, മാത്യു കോശി, വിനു ജോൺസൺ, എലിസബത്ത് വർഗീസ് തുടങ്ങിയവർ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രസ് ക്ലബിനെ പ്രതിനിധീകരിച്ച് സണ്ണി മാളിയേക്കൽ, ജോസ് പ്ലാക്കാട്ടു, ബിജിലി ജോർജ്, പി ചെറിയാൻ തുടങ്ങിയവർ പങ്കെടുത്തു. സെക്രട്ടറി മാത്യു കോശി നന്ദി പ്രകാശനം നടത്തുകയുണ്ടായി. ദേവാലയത്തിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുക. നോർത്ത് ഈസ്റ്റ് ഡയാസിസിന്റെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിയന്യ സക്രിയ മാർ നിക്കോളാസ് തിരുമനസ്സുകൊണ്ട് അന്നേ ദിവസം ദേവാലയത്തിൽ എഴുന്നള്ളുകയും വിശുദ്ധ ബലിയർപ്പിച്ച് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. തിരുമേനിയോടൊപ്പം തന്നെ ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ മെത്രാപ്പോലിത്തയായിരിക്കുന്ന അഭിയന്യ സറാഫിൻ തിരുമേനി തുറന്നു നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ഈ രണ്ട് പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു അനുഗ്രഹീതമായ പബ്ലിക് മീറ്റിംഗും ഒരു പബ്ലിക് റാലി നടത്തുവാൻ തക്കവണ്ണമാണ് ഇടവക. ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം അമേരിക്കയിൽ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഓർത്തഡോക്സ് സഭ എന്താണെന്നും ഈ ഓർത്തഡോക്സ് സഭയ്ക്ക് അപ്പുറമായി ക്രിസ്തു സഭയിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നൽവരങ്ങളെ കൃപകള് അവർക്ക് കാണിച്ചു കൊടുക്കുകയും
തികഞ്ഞ ആത്മീക അവബോധത്തോടുകൂടി അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു വലിയ ചുമതലയാണ് സഭയ്ക്കുള്ളത്. തീർച്ചയായിട്ടും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളുടെ സാന്നിധ്യം വളരെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മീറ്റിംഗ് സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സെന്ററിൽ മീറ്റിംഗ് എന്ന കാര്യങ്ങളെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ സഭയുടെ ആദ്യകാല ചരിത്രങ്ങളെ പറ്റി പഠിക്കുവാനും പേപ്പർ അവതരിപ്പിക്കുവാനും അതുപോലെ തന്നെ സഭയിൽ അവരെന്താണ് ഇനി തുടർന്ന് പ്രതീക്ഷിക്കുന്നത്, സഭയുടെ ഭാവി എങ്ങനെയാകണം എന്നുള്ളതിനെ പറ്റി അവരുടെ വിചിന്തനങ്ങളിൽ ഒരു ചിന്ത രൂപപ്പെടുത്തി അത് പ്രസന്റ് ചെയ്യുവാൻ തക്കവണ്ണം ഒരു താല്പര്യം അവർ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിന്റെയൊക്കെ ഉദ്ദേശം ഈ സഭയിൽ കൂടി ക്രിസ്തുവിനെ അറിയുന്ന, സഭയുടെ വിശ്വാസങ്ങളും സഭയുടെ അനുഷ്ഠാനങ്ങളും പഠിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു തലങ്ങളിലേക്ക് അവരെ നയിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് സഭ അല്ലെങ്കിൽ ഈ പള്ളി ഇങ്ങനെ ഒരു താല്പര്യം കാണിക്കുന്നതും അതിനനുസൃതമായിട്ട് ഈ സെന്ററി മീറ്റിംഗ് കൂടുവാൻ തക്കവണ്ണം തീരുമാനിക്കുന്നത്. പക്ഷേ 2000 പഴക്കമുള്ള ഒരു സഭയാണ് ഓർത്തഡോക്സ് സഭ. അതിന്റെ കാതോലിക്കേറ്റ് സെന്ററി സെലിബ്രേഷൻ ആണ് 100 വർഷം തികഞ്ഞതിന്റെ സെലിബ്രേഷൻ ആണ് ഞങ്ങൾ നടത്താൻ പോകുന്നത് 18-ാം തീയതി. ഈ ഇടവക ഒരു കോൺഗ്രിഗേഷനായിട്ട് മാറുകയും 94 ഇതൊരിടവകയായി പരിശുദ്ധ ബർന്നബാസ് തിരുമേനി അനുവദിച്ച് ആക്കുകയും ചെയ്തു. ആഘോഷത്തോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു പ്രോജക്ട് തുടങ്ങി ഈ ഇടവകയായിട്ട് സഭയായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഇടവകയായിട്ട് 10-50 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ഈ സെന്ററി പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കുന്നു. അവബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കുവാനും അവരെ കൂടെ ആ ഒരു ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുവാൻ തക്കവണ്ണം ഇവിടെ തലമൂത്ത ആളുകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ അതിൽ മുന്നോട്ട് പോകുന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. കേരള അസോസിയേഷൻ ഓഫ് ഡാലസിന്റെ പുതിയ ആസ്ഥാനമായ ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ സെന്ററിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനം ഡാലസ് സെയിന്റ് തോമസ് കാത്തലിക് ചർച്ച് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയുണ്ടായി. ഈ സമ്മേളനത്തിൽ ഡോക്ടർ റോയ് പി തോമസ്, ഡോക്ടർ എം അനിരുദ്ധൻ, ജെ മാത്യൂസ്, ഫൊക്കാന പ്രസിഡന്റ് മറിയാമ്മ പിള്ള, ഫോമർ പ്രസിഡന്റ് ജോർജ് മാത്യു, WMC അമേരിക്കൻ റീജിയണൽ ചെയർമാൻ ജോൺസൺ തലച്ചെല്ലൂർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ സ്മരണികയുടെ പ്രകാശനം കൺവീനർ ബിജിലി ജോർജ്, സ്മരണികയുടെ കോപ്പി മറിയാമ്മ പിള്ള, ഡോക്ടർ എം അനിരുദ്ധൻ എന്നിവർക്ക് നൽകി നിർവഹിച്ചു. വലിയ ഒരു ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അതിമനോഹരമായ ഒരു ബിൽഡിംഗ് കേരള അസോസിയേഷന് ഈ ഡാളസ് ഫോർട്ട് വർത്തിൽ വാങ്ങുവാനും അതിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങൾ ഇന്ന് രാവിലെ നമുക്ക് ആഘോഷിക്കുവാനും ഉണ്ടാക്കി തന്നതിന് ആദ്യമായി ജഗദീശനോട് നന്ദി പറയുന്നു. രൂപം കൊടുത്ത ബിൽഡിംഗ് കമ്മിറ്റി കഴിഞ്ഞ കുറേ വർഷത്തെ അക്ഷീണ പരിശ്രമത്തിൻ്റെ ഫലമായി നോർത്ത് അമേരിക്കയിൽ ആദ്യമായി മറ്റ് മലയാളി സംഘടനകളെ നോക്കുമ്പോൾ കേരള അസോസിയേഷന് സ്വന്തമായ ഒരു ബിൽഡിംഗ് വാങ്ങുവാൻ സാധിച്ചു. മലയാളത്തിൽ അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന പ്രഗത്ഭരായ ഡോക്ടേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഡോക്ടർ എം ബി പിള്ളയും ഡോക്ടർ റോയ് തോമസുമായിട്ട് ഇത്രയും ഒരു അടുത്ത ബന്ധം ഉണ്ടാകാൻ കഴിഞ്ഞത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്രയും ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും ഈ സീനിയേഴ്സിനും മറ്റും മനസ്സിലാകുന്ന രൂപത്തിൽ നല്ല മലയാളത്തിൽ ഇത് വിശദീകരിക്കാൻ കഴിയുന്ന ഡോക്ടേഴ്സ് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങളങ്ങനെ ഇവരെ മാറി ആർഷഭാരത സംസ്കാരത്തിന് എന്നും മൂല്യം കൽപ്പിച്ചിരുന്ന ഒരുപറ്റ മലയാളി കുടിയേറ്റക്കാർ 36 വർഷങ്ങൾക്ക് മുമ്പ് ഡാലസിലെത്തി തുടക്കം കുറിച്ച ഈ പ്രസ്ഥാനം കേരള അസോസിയേഷൻ ഓഫ് ഡാലസ് ഇന്ന് വളർന്നു പന്തലിച്ച് കാലയമനികൾ പിന്തിട്ട ദീപശിഖ തലമുറകളിലൂടെ കൈമാറി നമ്മുടെ സാംസ്കാരിക പൈതൃക മൂല്യങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി വിജയങ്ങളുടെ ജൈത്രയാത്ര തുടരുക. ഈ ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയും ചെയ്തതിൽ ഞാൻ കേരള അസോസിയേഷനെ അത്യധികം പ്രശംസിക്കുന്നു. ഇതെനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഒരു അസോസിയേഷനും വളരെ ഇത് ചെയ്തിട്ടില്ല. അനുസ്മരിപ്പിക്കുകയുണ്ടായി. കേരള അസോസിയേഷൻ്റെ 1981 ഒരു കമ്മിറ്റി മീറ്റിങ്ങിൽ നമ്മൾ കൂടി പറഞ്ഞതാണ്
അസോസിയേഷനുകളുടെ ഒരു രാജസദസ്സ് അമേരിക്ക ഒട്ടുക്കായിട്ട് നമ്മൾ ഉണ്ടാക്കണമെന്ന് അന്നത്തെ നമ്മുടെ കമ്മിറ്റി മീറ്റിങ്ങിൽ വെച്ച് പറഞ്ഞു. സത്യമാണ്. സകല പ്രയോജനങ്ങളും അമേരിക്കൻ മലയാളി സമൂഹത്തിൻ്റെ ഉത്കർഷത്തിനായി കേരളീയ സംസ്കാരത്തെ നിലനിർത്തുന്നതിനായി ഈ അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ടായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം ചിന്താശകലകൾ രൂപം കൊണ്ടത് ഈ അസോസിയേഷനിൽ നിന്നാണ്. അമേരിക്കയിൽ ഈ മലയാളി സമൂഹത്തിൻ്റെ മാത്രമായിട്ട് ഇത്ര വലിയൊരു സ്ഥാപനം സ്ഥാപിക്കുന്നത് ഡള്ളസിലെ മലയാളികളാണെന്നുള്ളത് ഏവർക്കും അഭിമാനകരമായ സംഗതി. 1976 തുടങ്ങിയ ഈ സംഘടനയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ NN പണിക്കർ മുതൽ ആദ്യത്തെ സെക്രട്ടറി നമ്മുടെ മുൻപിലിരിക്കുന്ന ശ്രീ എബ്രഹാം മാത്യു മുതൽ ഇന്നത്തെ പ്രസിഡന്റ് ശ്രീമാൻ ചെറിയാൻ ശിവരനാട് വരെ, ഇന്നത്തെ സെക്രട്ടറി ബാബു മാത്യു വരെ എത്രയോ പ്രസിഡന്റുമാർ, എത്രയോ സെക്രട്ടറിമാർ അവരുടെ സമയവും ത്യാഗവും മൂലധനമായി അർപ്പിച്ചെടുത്ത ഒന്നാണ് ഈ സ്ഥാപനം എന്നോർക്കുമ്പോൾ ആ പൂർവ്വകാല പ്രവർത്തകരോട് ആദരവ് തോന്നുന്നു. അവരെ ഞാൻ അഭിനന്ദിക്കുന്നു, നമസ്കരിക്കുന്നു. ചെറിയാൻ ചൂരനാടിൻ്റെയും ഒക്കാനയുടെയും ഫോമയുടെയും ഭാരവാഹികളായ നേതൃസ്ഥാനത്തുള്ളവർ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരേ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലയാളി ഒരു കാലത്തും വിദേശികളുടെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ തലമുറയിലെ ചെറിയ അംഗങ്ങളുമായി കേരളം സന്ദർശിക്കുമ്പോൾ കഴിയുമെങ്കിൽ ഉദയഗിരി കോട്ടയിലേക്ക് അവരെ കൊണ്ടുപോകണം. അമേരിക്കയിൽ നിന്നും പ്രക്ഷേപണം നടത്തുന്ന USA വീക്ക്ലി ന്യൂസ്, അമേരിക്കൻ ഫോക്കസ് എന്നീ പ്രോഗ്രാമുകൾ ഇപ്പോൾ പീപ്പിൾ ചാനലിൽ എല്ലാ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്നു. അമേരിക്കൻ ഫോക്കസ് വെള്ളിയാഴ്ച സെൻട്രൽ ടൈം വൈകുന്നേരം 8 മണിക്കും USA വീക്ക്ലി ന്യൂസ് ഞായറാഴ്ച സെൻട്രൽ ടൈം വൈകുന്നേരം 9 മണിക്കുമാണ് പ്രക്ഷേപണം നടത്തുന്നത്. കൈരളി TV ചാനലിലെ പ്രമുഖ പ്രോഗ്രാമായ അമേരിക്കൻ കാഫേയിലേക്ക് കേരളത്തിൽ നിന്നും അവതാരികമാരെ ആവശ്യമുണ്ട്. അമേരിക്കയിൽ മുൻപ് താമസിച്ചിരുന്നവരും ഇപ്പോൾ നാട്ടിൽ താമസമാക്കിയവരുമായ യുവതികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9149549586 എന്ന നമ്പറിലോ kairali.tv.ny@gmail.com എന്ന വിലാസത്തിലോ ബന്ധപ്പെടുക. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.